സർ മഹാഗുരു ശരണം. മഹാഗുരു ശരണം. സർ, ഈ നമ്മുടെ ജാതകം നോക്കില്ലേ കല്യാണ സമയത്ത്? അപ്പോൾ ഇപ്പം എൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ എൻ്റെ ജാതകം നോക്കുന്ന സമയത്ത് കല്യാണത്തിന് ഞങ്ങളുടെ അമ്പലത്തിലുള്ള ഒരു തിരുമേനിയാണ് നോക്കിയത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒന്നും നോക്കണ്ട, വേറെ ഒന്നും നോക്കണ്ട, എടുത്തോളാൻ പറഞ്ഞു ജാതകം. അപ്പം എന്താണ് നമുക്ക് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും വീട്ടുകാർക്ക് ആദ്യം പ്രപ്പോസലിൽ കുറച്ച് ഇതുണ്ടായിരുന്നു. ഓക്കെ, ദൂരം കൂടുതലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ അടുത്ത് നോക്കാം, അങ്ങനെയൊക്കെയുള്ള ഓരോ സജഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജാതകപ്പൊരുത്ത് നോക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഒന്നും നോക്കണ്ട, ഇത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം അന്വേഷിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഇത് സമസപ്തമ പൊരുത്തമുള്ള ജാതകമാണ്, അതേപോലെ പൂർവ്വജന്മ ബന്ധമുള്ള ജാതകമാണെന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് തുടങ്ങിയ ഒരു സംശയമാണ്, ഈ നമ്മുടെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പൂർവ്വജന്മ ബന്ധം അറിയാൻ സാധിക്കുമോ സർ? എന്താണ് ഈ സമസപ്തമ പൊരുത്തം? സാറിന് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം സർ. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്കും ഉപകാരപ്പെടും. മഹാഗുരു ശരണം. ഈ ലവ് ഇൻ ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ? അതെ സർ. അതൊക്കെ പറയാം. ഈ സമസപ്തം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് ആദ്യം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യം എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. മേടൻ രാശിക്ക് തുലാൻ രാശിയിൽ ജനിച്ച നക്ഷത്രങ്ങൾ എന്നാൽ ചിത്തിര, ചോതി, വിശാഖം. വിശാഖം മുക്കാൽ, ഇത് സമസപ്തം വരും. അങ്ങനെ ചന്ദ്രൻ 7-ാം കുറി തമ്മിൽ നോക്കി നിൽക്കുന്ന രാശികളാണ്. 12 രാശികളാണുള്ളത്. ഈ 12 രാശികൾ ഇപ്പോൾ മേടം, തുലാം, ഇടവം, വൃശ്ചികം, മിഥുനം, ധനു, കർക്കടകം, മകരം, ചിങ്ങം, കുംഭം, കന്നി, മീനം. ഇതിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ സമസപ്തം എന്ന് പറയും. അപ്പോൾ സമസപ്തം വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമുണ്ടാകും. ഇപ്പോൾ എൻ്റെ അളിയൻ്റെ കേസൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ ആ പെൺകുട്ടിയെ കണ്ടപ്പോഴേ ഈ കുട്ടി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആരാണ് എന്താ ഒരു കല്യാണത്തിന് കണ്ടതാ, ഗണേശൻ, സുമംഗലി. ഇപ്പോൾ ഇത് കഴിഞ്ഞ് അവർക്ക് കൊച്ചുമക്കളായി, കൊച്ചുമോളായി വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവനിങ്ങനെ പറഞ്ഞ്, ഒരു കല്യാണത്തിന് വന്ന ഒരു പെൺകുട്ടി പെരുമ്പാവൂരിലെ പെൺകുട്ടിനെ കണ്ട് ഈ പെൺകുട്ടിനെ എനിക്ക് ഇഷ്ടമാണ്. ഇത് പറഞ്ഞ് രഞ്ജിതയുടെ അടുത്തും പറഞ്ഞ്, എൻ്റെ വൈഫിൻ്റെ അടുത്തും പറഞ്ഞ് ഇത്. അപ്പോൾ പതുക്കെ അവരുടെ രഞ്ജിതയുടെ കസിൻ സിസ്റ്ററുടെ മക്കൾ അന്വേഷിച്ച് പേര് സുമംഗലിയിൽ നിന്നും നക്ഷത്രം ഇതാണെന്നോ ഇന്ന കാര്യമാണെന്നോ നോക്കിയപ്പോൾ സമസപ്തമാണ്. ഞാൻ പറഞ്ഞു, ഒന്നും നോക്കണ്ട, ഇത് നടക്കാനുള്ള സാധ്യതയുണ്ട്. നടക്കും, നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാര്യം അത് ദൈവത്തിൻ്റെ ജോലി നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ അത് സാധ്യത ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. ഓക്കെ, പക്ഷേ ഇത് തന്നെ ഇതിൻ്റെ വേറൊരു ട്വിസ്റ്റുണ്ട്. ഒരു ജാതകം നോക്കി, ഒരു ഫാമിലിയുടെ ഒരു ഡൈവേഴ്സായ ജാതകമാണ്. ഡൈവേഴ്സായി. അപ്പോൾ അതിലെ ഒരാളുടെ ജാതകം ഞാൻ നോക്കി. ജാതകം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, മനസ്സിലായതെന്താ വെച്ചാൽ ഇത് മുൻപരിചയമുള്ള ആളെ, അല്ലെങ്കിൽ മുൻപരിചയം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ ആയിരിക്കണം കല്യാണം കഴിക്കേണ്ടത് ആണെന്ന് ചോദിച്ചപ്പോൾ അല്ല. അപ്പോൾ ഞാൻ വെറുതെ ആ ജാതകം മറിച്ച് നോക്കിയപ്പോൾ അത് പറയുന്നുണ്ട്, മുൻപരിചയമുള്ള ആളെ കല്യാണം കഴിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഓ, അത് ശരി. ഇതല്ല, മാട്രിമോണിയിൽ വന്നിട്ട് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചു പിന്നെ ചട്ടിയും കലവും തട്ടിയും മുട്ടിയും രണ്ടിടത്തായി, മനസ്സിലായ, രണ്ടിടത്തായിട്ട് തമ്മിൽ ഡൈവേഴ്സായത്. അപ്പോൾ ഈ ഡൈവേഴ്സ് ആകുന്നതിന് മുമ്പ് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി അദ്ദേഹം ചോദിച്ചു, ഇത് ആരാണ് ഈ ജാതകം ചേരുമെന്ന് പറഞ്ഞു. ഇത് തമ്മിൽ ചേരുകയില്ലല്ലോ, ഇതൊരു കാരണവശാലും ചേർക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവർ ഈ ജാതകം ചേരും, വിവാഹത്തിന് എടുക്കാമെന്നും പറഞ്ഞ് എഴുതി ചീട്ട് കാണിച്ചു. ഇതേ ജ്യോത്സ്യനാണ് നോക്കിയത്, അതേ ജ്യോതിഷനാണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ നോക്കിയിട്ട് ഇത് ചേരുമെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. അതും പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. കാര്യം ഇവരുടെ ഈ കാർമിക്ക് ന്യൂട്രലൈസ് ആകണം. അതെ, ഈ കാർമിക്ക് ന്യൂട്രലൈസ് ആയാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത് അന്വേഷിച്ചപ്പോൾ ചോദിച്ചു, ഇത് നേരത്തെ വേറൊരു ആളുമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ കസിൻ ആയിട്ട് റിലേഷൻ ഇതുണ്ടല്ലോ, പക്ഷെ അവർക്ക് ആ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയം പറഞ്ഞു ഡോക്ടർ. അതുകൊണ്ട് തന്നെ ക്ലോസ് ഫാമിലി ആയതുകൊണ്ട് വേണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവർക്ക് വിവാഹം കഴിഞ്ഞ് കുട്ടിയുണ്ടായി. ഡോക്ടറും പറഞ്ഞു എന്ന് സാധ്യതയില്ല, പക്ഷേ ഇതിൽ ഡിസൈഡിങ് ഫാക്ടർ ദൈവം എന്ന് പറയുന്ന ശക്തിയാണ്, അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് കുട്ടിയുണ്ടായി. അപ്പോൾ മറ്റേ ക്ലോസ് ഫാമിലി പറഞ്ഞ് ഇവർ ഈ കുട്ടി ഒഴിവാക്കാനായിട്ട് പറഞ്ഞതാണ്. അങ്ങനെയുണ്ട്. ഈ ഡൈവേഴ്സ് ആകുന്ന കേസുകളും പാസ്റ്റ് ലൈഫ് റിലേഷനായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ ഗുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്ക് 2 വിവാഹത്തിന് യോഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഡമ്മി വേറൊരു കല്യാണം കഴിക്കും. വേറൊരു കല്യാണം ദർഭ കൊണ്ട് ഒരു പുരുഷ രൂപം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ചിലപ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ തടി കൊണ്ടൊരു രൂപം ഉണ്ടാക്കി അതിൽ മാല ഇടിച്ച് വർണ്ണമാല്യം ചാർത്തിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അത് ദഹിപ്പിക്കും. അത് ദഹിപ്പിച്ചിട്ട് ഇയാളുടെ അടുത്ത് 3 ദിവസം ഇതെടുക്കാൻ പറയും.
കൊലയെടുക്കാൻ പറയും, വിധവ ഇതായിട്ട് ഇരിക്കാൻ പറഞ്ഞ് ആ യോഗം മാറ്റി കല്യാണം കഴിച്ചു കൊടുത്ത് ഇപ്പോൾ എത്രയാണ് വിവാഹം കഴിഞ്ഞ് 50-ാം വർഷമൊക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ഈ പണ്ട് വാഴേനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്, അല്ല വാഴേനെ എന്ന് പറഞ്ഞില്ല, അത് എനിക്ക് ഗുരു പറഞ്ഞ് ഇത് ചെയ്തിട്ടില്ല. കാര്യം അത് കഴിഞ്ഞ കാര്യം വാഴ എന്ന് പറയുന്ന സാധനം അവിടെ നിൽക്കുക. അതെ, ഇവിടെ ശേഷം അവര് വൈദവ്യം ഉണ്ടാവും. പക്ഷെ എനിക്കറിയാം ചില സമുദായങ്ങൾ കുട്ടികളെ ചെറുപ്പത്തിൽ കല്യാണം കഴിപ്പിച്ചിരുന്ന സമുദായം കേരളത്തിലുണ്ടായിരുന്നു. അവര് ആ കുട്ടികൾ തന്നെ മുതിർന്നു കഴിഞ്ഞാൽ കല്യാണം നടക്കുമായിരിക്കും, ചിലപ്പോ നടക്കാണ്ടിരിക്കും. ഒരു പക്ഷേ പണ്ട് ഈ ആചാരം ഉണ്ടാക്കിയത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ല എന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർക്കൊരു വിവാഹയോഗം, ആ ചെറുപ്പത്തിലെ ആ ഒരു വിവാഹയോഗം കല്യാണം കഴിച്ച് എന്താണ് ഭാര്യ എന്താണ് ഭർത്താവിന് എന്താണെന്ന് അറിയാണ്ട് മണ്ണപ്പം ചുട്ട് കഴിക്കണ സമയത്താണ് ഇത് 4-5 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു വിട്. കല്യാണം എന്ന് പറഞ്ഞിട്ട് മുറച്ചെറുക്കാൻ എന്തോ ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ചില സിനിമയിലും കാണിച്ചിട്ടുണ്ട്. അത് മനസ്സിലായി, ഏതോ ഇതിൽ കാണിച്ചു. അപ്പൊ അങ്ങനെ കാണിച്ചിട്ട് കല്യാണ യോഗമുള്ളത് ഇങ്ങനെ പോകും. അതിനെ പാസ്റ്റ് ലൈഫ് കല്യാണ യോഗമുള്ളത് പോകും. പിന്നെ ഇതിലെന്താ വെച്ചാൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് കുറേയൊക്കെ നടന്നിരിക്കുന്നത്, കുറേയൊക്കെ കണ്ടിരിക്കുന്നത് ഫിസിക്കൽ റിലേഷൻ വന്നിട്ടുണ്ട് വിവാഹത്തിന് മുൻപ്. പാസ്റ്റ് ലൈഫിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും, അവരോടുള്ള ആത്മബന്ധം തോന്നിയിട്ട്. ഫിസിക്കൽ കാര്യം എന്താണ്, ഈ ബന്ധത്തിന്റെ ആത്മബന്ധത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലാണ് ഫിസിക്കൽ റിലേഷൻ. മനസ്സിലായ? അത് വന്ന കേസുകൾ അറിയാം. അപ്പൊ ഇങ്ങനെ വന്നവരും 2 വിവാഹമാകുമെന്ന് പറഞ്ഞ് പേടിച്ച് നടക്കാൻ, ജാതകത്തിൽ 2 വിവാഹമുണ്ട്. മനസ്സിലായ? ചിലപ്പോ ഇത് ഫിസിക്കൽ ഹരാസ്മെന്റും ആകാം, ഇഷ്ടത്തിലല്ല. അങ്ങനെ ആയ കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പറയും ഇങ്ങനെ ആയില്ലേ, അങ്ങനെ ആയോന്ന് ചോദിക്കും. ആയില്ലേ, എന്നാൽ നിങ്ങൾ ഇത് ചെയ്തോളാൻ പറയും. ഇങ്ങനത്തെ കുറേ കേസുകളുണ്ട്. ഇത് ഏത് രീതിയിലാകുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഏത് രീതിയിലാകുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു അബാക്കിൽ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതിന് താഴെ വന്ന് അനാവശ്യ കമൻറ്റുകൾ ഇട്ട ആൾക്കാരുണ്ട്. മനസ്സിലായി? ഒരു വീഡിയോ ലാസ്റ്റ് ഇട്ടത് കാര്യം, അതിൽ ഒരാളുടെ ഇതിനകത്ത് അതിൽ ഭാര്യയാണ്, ഭാര്യ 4ാമത്തെ റിലേഷനിലാണ്. മനസ്സിലായി? അവർ കഴിഞ്ഞ ജന്മം പുരുഷനായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ത് ചെയ്യും, അവരൊന്നിലും തൃപ്തിയില്ല. മനസ്സിലായി? ഇതൊക്കെ ഉണ്ട്, ഈ കേസുകളുണ്ട്. അത് വിദേശത്താണ്, നമുക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മളെല്ലാം സുഖകരമാണെന്ന് വിചാരിക്കും, പക്ഷേ അതിലെ 75% ട്രോമാസാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ ഇപ്പൊ എൻ്റെ അടുത്ത് പാസ്റ്റ് ലൈഫ് വെച്ചാൽ എല്ലാ പാസ്റ്റ് ലൈഫ് ഒന്നും കിട്ടില്ല, സൂചനകളെ പറയുള്ളൂ. എനിക്കിപ്പോ ഗായത്രിയുടെ പാസ്റ്റ് ലൈഫ് എന്ന് ഞാൻ പറയുമ്പോൾ, ഗായത്രിക്ക് ചെറുപ്പം തൊട്ടേ അങ്ങനത്തെ ഒരു കാര്യം, ഇപ്പൊ ഗായത്രി കഴിഞ്ഞ ജന്മത്തിൽ നർത്തകിയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചു. ഗായത്രിക്ക് ചെറുപ്പം തൊട്ടേ നൃത്തത്തിനോടൊരു ഇത് കാണണം. വെറുതെ നടക്കുമ്പോഴേ തരികിട എന്ന് പറഞ്ഞ് അല്ല, ഞാൻ പറയാണ് ഗായത്രിയുടെ കഴിഞ്ഞ ജന്മം നർത്തകിയാണെന്ന് നമ്മൾ കണ്ടു കേട്ടിട്ടുണ്ട്. അപ്പൊ ചെറുപ്പം തൊട്ടേ കുട്ടികൾ അത് കാണിക്കും. ഇപ്പൊ എൻ്റെ അളിയൻ്റെ മോൻ അനന്ത്, അവനിപ്പോ 5ാം ക്ലാസ്സിലെ, അവൻ 6 മാസമായപ്പോ തൊട്ട് എന്താണെന്ന് പറയും, ഇവൻ തലകുത്തി മതി. ഈ എന്താണ് ഇങ്ങനെ തല ഇങ്ങനെ കുത്തിയിട്ട് മറിയില്ല. അപ്പൊ ഞാൻ പറയും ഇവനെ, പക്ഷെ അപ്പോഴും ഞാൻ ഈ ശ്രദ്ധിക്കുക, ഇവന്റെ പാസ്റ്റ് ലൈഫാണ്. അതുപോലെ അവൻ പറയുന്ന ഭാഷ, ഈ കായംകുളം, ഞങ്ങളുടെ കൊങ്ങിണിമാര് കായംകുളം ഭാഗത്ത്, ഓരോ ഭാഗത്ത് മലയാളം സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്, ഞങ്ങളുടെ ഭാഷയും സംസാരിക്കുന്ന വ്യത്യാസം. അവൻ അവിടെ ഇപ്പോഴും അതെ, അവിടുത്തെ ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് സ്ലാങ് അല്ല അവൻ സംസാരിക്കുന്നത്, വേറൊരു സ്ലാങ് ആണ്. അതിന്റെ പാസ്റ്റ് ലൈഫിന്റെ. പിന്നെ ഇപ്പൊ ആ തലകുത്തല് മറിയിക്കലും നിർത്തി. പക്ഷെ കുറെ കാര്യത്തില് ഇതാണ്, ചെണ്ട കൊട്ടും തബലയടിക്കും. അതൊക്കെ ചെറുപ്പത്തിൽ അവനെ പഠിപ്പിക്കാനായിട്ട് ഒരു സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, ഇവനൊന്നും പഠിപ്പിക്കാനൊന്നും ഇല്ല, ഇവൻ കുറച്ച് പറഞ്ഞാൽ മനസ്സിലായി. കാര്യം എന്താണോ പഠിപ്പിക്കേണ്ടതൊക്കെ അവൻ അടിക്കുക, അവൻ ചെയ്യുക. എന്താ ചെയ്യണേന്ന് അവനെ അറിയില്ല, എന്താ ചെയ്യണേന്ന് അവനറിയില്ല, പക്ഷെ അവൻ അത് അടിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞു തന്നു, അവനെ കുറച്ച് ഇത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും, അപ്പോൾ അവനെ അടുത്ത സ്റ്റെപ്പ് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് ബൈ ബർത്ത് ഉള്ള കാര്യമാണ്. അങ്ങനെ പലരിലും നമുക്ക് കിട്ടാം. പക്ഷെ പാസ്റ്റ് ലൈഫ് പലരും പറയും അതാണ് പാസ്റ്റ് ലൈഫ്, ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏകപക്ഷീയമാകരുത്. ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ദമ്പതിമാർ തമ്മിൽ പ്രശ്നം, ഭാര്യാഭർത്ത്, അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, ഭാര്യാഭർത്താക്കന്മാരുമായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ടീം എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണിത് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കത് വിശ്വാസം ഇല്ലാഞ്ഞിട്ട് ആകാശിക് റെക്കോർഡ് എടുക്കാൻ പോയി. ആകാശിക് റെക്കോർഡ് എടുക്കാൻ പോയപ്പോൾ ഇപ്പോഴത്തെ ഭാര്യ പണ്ടത്തെ ഭർത്താവായിരുന്നു, ഇപ്പോഴത്തെ ഭർത്താവ് പണ്ടത്തെ ഭാര്യയായിരുന്നു. അപ്പോൾ ഈ ഇപ്പോഴത്തെ
ഭാര്യയായ ഭർത്താവായിരുന്ന കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 150 വർഷങ്ങൾക്ക് മുമ്പാകാം കല്യാണം കഴിച്ചു. അപ്പോൾ ആ ഭാര്യ അമ്മയുടെ അടുത്ത് ആശ്രയിക്കുന്നു, മനസ്സിലായി, അമ്മയുടെ അടുത്ത് ആശ്രയിക്കുന്നു. ഈ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പുറത്ത് വരുന്നില്ല. അന്ന് സിനിമ തിയേറ്ററൊന്നും ഇല്ലായിരുന്നു, പക്ഷെ വരുന്നില്ല. അങ്ങനെയൊക്കെ വന്നിട്ട് ഇദ്ദേഹം വേലി ചാടാൻ തുടങ്ങി. വേലി ചാടി പല ഇതായി ഇവരെ അവഗണിക്കുന്നു, ഒരു കുട്ടിയായി, മനസ്സിലായി, ഇവരെ അവഗണിച്ച് അങ്ങനെ ലൈഫ് പോയി. അപ്പോൾ ഈ ലൈഫിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവ് അമ്മയായിട്ട് അറ്റാച്ച്മെൻറ്റ്, കല്യാണം കഴിച്ച് ഭാര്യയുടെ അടുത്ത്, ഭാര്യയ്ക്ക് കുട്ടിയായി, പക്ഷേ ആ വീട്ടിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല. കുട്ടിയോട് ഇൻറ്റിമസി കാണിക്കാൻ താല്പര്യമുണ്ട്, ഭാര്യയോട് കാണിക്കുന്നില്ല, മനസ്സിലായോ? അങ്ങനത്തെ അത് അപ്പോൾ ഒരു ആകാശിക് റെക്കോർഡോ മറ്റോ എടുത്തത്. ചിലരുണ്ട് കേട്ടോ, ആകാശിക് റെക്കോർഡ് എല്ലാവരും പറയുന്നത് കറക്റ്റാണെന്ന് പറയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടെന്ന് പറയുന്നു. എല്ലാം എല്ലാവരുടെയും ഒക്കെന്ന് പറയും. ഞാൻ പറയാറില്ലേ, ഞാനിപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്നൊന്നും പറ്റില്ല. എനിക്ക് നിയോഗമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം ഇതിലുണ്ട്. ആരുടെയും ഇത് ഫൈനലാണെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ എനിക്ക് ശരിയാണ്, എൻ്റെ അനുഭവത്തിൽ ഇത് ശരിയാണ്, വേറെ ആൾക്ക് ഇത് ഒരിക്കലും ശരിയാകണമെന്നൊരു നിർബന്ധവും ഇല്ല. ഇതാണ് സത്യം. പക്ഷേ പാസ്റ്റ് ലൈഫിലെ റിലേഷൻസ് പല രീതിയിൽ വരാം, ട്രോമകളിലേക്ക് വരാൻ പറയാം. അത് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ദമ്പതികൾ തമ്മിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒരു തരത്തിലും ചേരാത്ത രീതിയിൽ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കേസ് പറഞ്ഞ പോലെയും പാസ്റ്റ് ലൈഫാണ്. തീവ്രമായിട്ടുള്ള വഴക്കുണ്ട്, ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ ചട്ടിയും കലവും തട്ടിയും മുട്ടിയും അടിയും വെടിയും പുകയൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതും പാസ്റ്റ് ലൈഫാണ്. അതെ, അതൊരു സത്യമായ കാര്യമാണ്. കുട്ടികളുടെ കാര്യത്തിലും വരും, പക്ഷേ അച്ഛനമ്മമാരും എല്ലാം പാസ്റ്റ് ലൈഫ് കണക്ഷൻസാണ്. താങ്ക് യു സർ. ഓക്കെ.